നിശബ്ദമായ ഒരു രാത്രിയിൽ നഗരത്തിലെ വെളിച്ചങ്ങളിൽ നിന്ന് മാറി നിങ്ങൾ ആകാശത്തേക്ക് നോക്കിയിട്ടുണ്ടോ? കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ വെള്ളിപ്പൊട്ടുപോലെ വിതറിയിട്ട ആ വിസ്തൃതിയിൽ ദൂരദർശിനിയുടെ സഹായമില്ലാതെ തന്നെ നമ്മുടെ കണ്ണുകളെ ഉടക്കി നിർത്തുന്ന ഒരു രൂപമുണ്ട്. ആകാശത്തിലെ വേട്ടക്കാരൻ എന്ന് വിളിക്കപ്പെടുന്ന ഓറിയോൺ. ആ വേട്ടക്കാരന്റെ വലതു ചുമലിൽ ഒരു രക്തതിലകം പോലെ ജ്വലിച്ചു നിൽക്കുന്ന ഒരു ചുവന്ന നക്ഷത്രം. അതാണ് തിരുവാതിര. വീഡിയോ തുടങ്ങുന്നതിനു മുൻപ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഭാരതീയർ ഇതിനെ ആർദ്ര എന്നും മലയാളികൾ സ്നേഹത്തോടെ തിരുവാതിര എന്നും വിളിക്കുന്നു. എന്തുകൊണ്ടാണ് 27 നക്ഷത്രങ്ങളിൽ തിരുവാതിര മാത്രം ഇത്രയേറെ ചർച്ച ചെയ്യപ്പെടുന്നത്? എന്തുകൊണ്ടാണ് ഈ നക്ഷത്രം ഇന്നും നിഗൂഢമായി തുടരുന്നത്? വെറുമൊരു പ്രകാശബിന്ദുവിനപ്പുറം തിരുവാതിരയ്ക്ക് പറയാനുള്ളത് പ്രപഞ്ചത്തിന്റെ സൃഷ്ടിയെയും സംഹാരത്തിന്റെയും അതിജീവനത്തിന്റെയും കഥയാണ്. തിരുവാതിര എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് ധനുമാസത്തിലെ തണുപ്പുള്ള രാത്രിയും ആതിരപ്പൂ തിരുവാതിര പാടുന്ന സ്ത്രീകളുമാണ്. എന്നാൽ ഈ നക്ഷത്രത്തിന്റെ പുരാണ പശ്ചാത്തലം നോക്കിയാൽ അത് നമ്മളെ ചെന്നെത്തിക്കുന്നത് കൈലാസനാഥനായ പരമശിവനിലാണ്. സംഹാരമൂർത്തിയായ രുദ്രന്റെ നക്ഷത്രമാണിത്. രുദ്രൻ എന്നാൽ കരയുന്നവൻ എന്നും കരയിക്കുന്നവൻ എന്നും അർത്ഥമുണ്ട്. അതുകൊണ്ടുതന്നെയാകാം ഈ നക്ഷത്രത്തിന്റെ അടയാളമായി നമ്മുടെ പൂർവികർ ഒരു കണ്ണുനീർ തുള്ളിയെ തിരഞ്ഞെടുത്തത്. പക്ഷേ ഈ കണ്ണുനീർ ദുഃഖത്തിന്റെ സൂചനയല്ല, മറിച്ച് കഠിനമായ വേദനയിലൂടെ കടന്നുപോയി പരിവർത്തനം ചെയ്യപ്പെടുന്ന ഒരു മനസ്സിന്റെ അടയാളമാണ്. ഇതിന് മറ്റൊരടയാളം കൂടിയുണ്ട്. അത് കഠിനമായ വജ്രമാണ്. മൃദുവായ കണ്ണുനീർത്തുള്ളിയും ലോകത്തിലെ ഏറ്റവും കഠിനമായ വജ്രവും ഒരേ നക്ഷത്രത്തിന്റെ പ്രതീകങ്ങളാകുന്നതെങ്ങനെയെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അവിടെയാണ് തിരുവാതിരയുടെ തത്വം ഒളിഞ്ഞിരിക്കുന്നത്. പ്രതിസന്ധികളിൽ തളരാതെ ആ വേദനയെ വജ്രതുല്യമായ കരുത്താക്കി മാറ്റുന്ന ഊർജമാണ് തിരുവാതിര. മറ്റു നക്ഷത്രങ്ങളിൽ നിന്ന് തിരുവാതിരയെ വേറിട്ട് നിർത്തുന്ന മറ്റൊരു ഘടകം അതിന്റെ ആർദ്രതയാണ്. ഈ നക്ഷത്രം ആകാശമണ്ഡലത്തിൽ ഉദിച്ചു നിൽക്കുന്ന സമയം പ്രകൃതിയിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നു. തിരുവാതിര ഞാറ്റുവേല എന്ന പ്രതിഭാസം ഇതിനുദാഹരണമാണ്. പ്രകൃതി പോലും നനയുന്ന, സസ്യലതാദികൾ പുനർജനിക്കുന്ന ആ കാലഘട്ടം തിരുവാതിരയുടെ ജൈവികമായ സ്വാധീനത്തെ കാണിക്കുന്നു. നക്ഷത്രങ്ങളെ വെറും ജ്യോതിഷ കണ്ണുകളായി കാണുന്നവർക്ക് തിരുവാതിര ഒരു പ്രവചനം മാത്രമായിരിക്കും. എന്നാൽ പ്രപഞ്ചത്തെ പ്രണയിക്കുന്നവർക്ക് അത് രുദ്രന്റെ നൃത്തമാണ്. ശാസ്ത്രജ്ഞർക്ക് അത് പഠിച്ചു തീരാത്ത പാഠപുസ്തകമാണ്. വിശ്വാസികൾക്ക് അത് ദൈവികമായ സാന്നിധ്യമാണ്. ഒരു നക്ഷത്രത്തിന് എങ്ങനെയാണ് ഒരേ സമയം ഇത്രയേറെ ഭാവങ്ങൾ കൈവരിക്കാൻ കഴിയുന്നത്? തന്റെ പ്രകാശം കൊണ്ട് നമ്മെ വിസ്മയിപ്പിക്കുകയും തന്റെ വലിപ്പം കൊണ്ട് നമ്മെ ഭയപ്പെടുത്തുകയും ചെയ്യുന്ന തിരുവാതിരയുടെ ആഴക്കടലോളം വരുന്ന രഹസ്യങ്ങളിലേക്കാണ് നമ്മൾ ഇറങ്ങിച്ചെല്ലുന്നത്. എന്താണ് തിരുവാതിരയുടെ കാണാപ്പുറങ്ങൾ? ഈ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ സ്വഭാവത്തിൽ ഇത്രയേറെ തീക്ഷ്ണത വരുന്നത് എന്തുകൊണ്ടാണ്? ശാസ്ത്രവും പുരാണവും ഒരേപോലെ ഈ നക്ഷത്രത്തെ വണങ്ങുന്നതെന്തുകൊണ്ടാണ്? ഈ ചോദ്യങ്ങൾക്കെല്ലാമുള്ള ഉത്തരമാണ് ഇനി നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ആകാശത്തിലെ ആ ചുവന്ന ഭീമന്റെ ഹൃദയതാളം തേടിയുള്ള യാത്ര നമുക്ക് ആരംഭിക്കാം. ജ്യോതിഷപ്രകാരം തിരുവാതിരയുടെ അധിപൻ രാഹുവാണ്. ആകാശമണ്ഡലത്തിൽ മിഥുനം രാശിയിൽ പൂർണ്ണമായും സ്ഥിതി ചെയ്യുന്ന നക്ഷത്രമാണിത്. ബുധന്റെ രാശിയും രാഹുവിന്റെ നക്ഷത്രവും ചേരുമ്പോൾ അപാരമായ ബുദ്ധിശക്തിയും അന്വേഷണ തൃഷ്ണയും ഈ നക്ഷത്രജാതരിൽ കാണാം. സാധാരണയായി രാഹുവിനെ നിഴൽ ഗ്രഹമായും ഭയപ്പെടുത്തുന്നവനായും ചിത്രീകരിക്കാറുണ്ട്. എന്നാൽ തിരുവാതിരയിൽ നിൽക്കുന്നത് ചിന്താ വിപ്ലവമാണ്. നിലവിലുള്ള വ്യവസ്ഥിതികളെ ചോദ്യം ചെയ്യാനും പുതിയ ലോകം കെട്ടിപ്പടുക്കാനുമുള്ള ആവേശം ഇവർക്കുണ്ടാകും. മറ്റു 27 നക്ഷത്രങ്ങളിൽ നിന്ന് തിരുവാതിരയെ വേറിട്ട് നിർത്തുന്ന ചില ഘടകങ്ങളുണ്ട്. തിരുവാതിര വൈകാരികമായ ശുദ്ധീകരണത്തിനാണ് പ്രാധാന്യം നൽകുന്നത്. ഇവർ പെട്ടെന്ന് ദേഷ്യപ്പെടുന്നവരായി തോന്നാമെങ്കിലും ഉള്ളിൽ വലിയ കാരുണ്യം സൂക്ഷിക്കുന്നവരാണ്. തിരുവാതിരക്കാർ ഒരു വിഷയത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ആഗ്രഹിക്കുന്നു. ശാസ്ത്രം, തത്വശാസ്ത്രം, ഗവേഷണം എന്നീ മേഖലകളിൽ തിരുവാതിരക്കാർ തിളങ്ങുന്നത് ഇതുകൊണ്ടാണ്. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സ്വയം നവീകരിക്കപ്പെടാനുള്ള കഴിവിനെയാണ് തിരുവാതിര പ്രതിനിധാനം ചെയ്യുന്നത്. തകർന്നുപോയിടത്ത് നിന്ന് ഫീനിക്സ് പക്ഷിയെപ്പോലെ ഉയർത്തെഴുന്നേൽക്കാൻ ഇവർക്ക് പ്രത്യേക കഴിവുണ്ട്. കേരളീയ സംസ്കാരത്തിൽ തിരുവാതിരയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. ധനുമാസത്തിലെ തിരുവാതിര സ്ത്രീകൾക്ക് വിശേഷപ്പെട്ടതാണ്. മംഗല്യഭാഗ്യത്തിനും ഭർത്താവിന്റെ ഐശ്വര്യത്തിനുമായി അവർ തിരുവാതിര വ്രതമനുഷ്ഠിക്കുന്നു. തിരുവാതിര ഞാറ്റുവേല കാർഷിക രംഗത്തും പ്രധാനമാണ്. 101 വിഭവങ്ങൾ ചേർത്തുള്ള എട്ടുങ്ങാടി നിവേദ്യവും തിരുവാതിര കളിയും ഇതിന്റെ ഭാഗമാണ്. എന്നാൽ
ജ്യോതിഷപരമായ ഒരു നിഗൂഢത തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് ജീവിതത്തിൽ വലിയ പോരാട്ടങ്ങൾ നേരിടേണ്ടി വരാറുണ്ട്. പക്ഷേ ആ പോരാട്ടങ്ങൾ അവരെ കൂടുതൽ കരുത്തരും സ്വതന്ത്ര ചിന്താഗതിക്കാരുമാക്കുന്നു. ഏതൊരു നക്ഷത്രത്തിനും ഒരു നിഴൽ വശമുണ്ട്. തിരുവാതിരയുടെ കാര്യത്തിൽ അത് അഹങ്കാരവും അനാവശ്യമായ തർക്കങ്ങളുമാണ്. തന്റെ ബുദ്ധിശക്തിയിൽ അമിതമായി വിശ്വസിക്കുന്നതുവഴി ഇവർക്ക് ചിലപ്പോൾ ബന്ധങ്ങളിൽ വിള്ളൽ സംഭവിക്കാം. രുദ്രന്റെ കോപം പോലെ നിയന്ത്രിക്കാനാവാത്ത വികാരങ്ങൾ ഇവരെ വേട്ടയാടിയേക്കാം. മറ്റൊരു പ്രത്യേകത, ഇവർക്ക് ചുറ്റും എപ്പോഴും ചില ദുരൂഹതകൾ നിലനിൽക്കും. എല്ലാവരോടും എല്ലാം തുറന്നു പറയാൻ ഇവർ തയ്യാറായെന്നു വരില്ല. ജ്യോതിശാസ്ത്രവും കൃഷിയും തമ്മിലുള്ള ബന്ധം തിരുവാതിരയിൽ പ്രകടമാണ്. തിരുവാതിരയിൽ തിരുമുറിയാതെ മഴ പെയ്യും എന്നാണ് ചൊല്ല്. പ്രകൃതി പോലും ആർദ്രമാകുന്ന സമയമാണിത്. സസ്യലതാദികൾ പുനർജനിക്കുന്ന ആ കാലഘട്ടം തിരുവാതിരയുടെ ജൈവികമായ സ്വാധീനത്തെ കാണിക്കുന്നു. തിരുവാതിര പാരമ്പര്യത്തെക്കാൾ യുക്തിക്ക് പ്രാധാന്യം നൽകുന്ന നക്ഷത്രമാണ്. മഴ പോലെ നനയ്ക്കുകയും പിന്നീടൊരു മാറ്റത്തിനായി ഒരുക്കുകയും ചെയ്യുന്നു. തിരുവാതിര നക്ഷത്രക്കാർ ജീവിത വിജയത്തിനായി ചില കാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പെട്ടെന്നുള്ള പ്രതികരണങ്ങൾ ഒഴിവാക്കുക. നിരന്തരമായ വായനയും പഠനവും ഇവരുടെ മനസ്സിനെ ശാന്തമാക്കും. രുദ്രനാള് ദേവത എന്നതുകൊണ്ട് തന്നെ മനസ്സിനെ നിയന്ത്രിക്കാൻ ധ്യാനവും ശിവസ്തുതികളും സഹായിക്കും. ആകാശത്തിലെ ആ ചുവന്ന നക്ഷത്രം നമ്മോട് പറയുന്നത് അതിജീവനത്തിന്റെ കഥയാണ്. അവരുടെ ജീവിതത്തിലെ ഓരോ പ്രതിസന്ധിയും അവരെ കൂടുതൽ തിളക്കമുള്ളവരാക്കി മാറ്റുന്നു. കണ്ണുനീർ തുള്ളി പോലെ വിവേകമുള്ള, വജ്രം പോലെ ദൃഢമായ, ശിവന്റെ താണ്ഡവം പോലെ ഊർജ്ജസ്വലമായ ഒരു നക്ഷത്രമാണ് തിരുവാതിര. അത് കേവലം ഒരു ജന്മനക്ഷത്രമല്ല, മറിച്ച് പ്രപഞ്ചത്തിന്റെ ഗഹനമായ രഹസ്യങ്ങളിലേക്കുള്ള ഒരു വാതിലാണ്. ആകാശത്തിന്റെ നിറുകയിൽ ആ വേട്ടക്കാരന്റെ ചുമലിൽ നോക്കുമ്പോൾ നാം കാണുന്നത് വെറുമൊരു പ്രകാശമല്ല, മറിച്ച് കോടിക്കണക്കിന് വർഷങ്ങളുടെ പരിണാമവും വരാനിരിക്കുന്ന വലിയൊരു മാറ്റത്തിന്റെ സൂചനയുമാണ്. തിരുവാതിര നക്ഷത്രം രുദ്രന്റെ സ്വാധീനമുള്ള ഒന്നായതുകൊണ്ട് തന്നെ ഇതിന്റെ ഊർജം പലപ്പോഴും വളരെ തീക്ഷ്ണമായിരിക്കും. ഈ തീക്ഷ്ണതയെ പോസിറ്റീവ് ഊർജമാക്കി മാറ്റാൻ ചില ആത്മീയവും പ്രായോഗികവുമായ പരിഹാരങ്ങൾ നമ്മുടെ പുരാണങ്ങളും ജ്യോതിഷ പാരമ്പര്യവും നിർദ്ദേശിക്കുന്നു. മാസത്തിലൊരിക്കൽ ജന്മനക്ഷത്ര ദിവസം ശിവക്ഷേത്രത്തിൽ രുദ്രാഭിഷേകമോ ധാരയോ നടത്തുന്നത് മനസ്സിനും ശരീരത്തിനും ശാന്തി നൽകും. ഓം നമഃശിവായ എന്ന മന്ത്രം നിത്യവും 108 തവണ ജപിക്കുന്നത് നക്ഷത്രത്തിന്റെ ദോഷഫലങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും. കഠിനമായ പ്രതിസന്ധികളിലൂടെ കടന്നുപോകുന്നവർ മഹാമൃത്യുഞ്ജയ മന്ത്രം ജപിക്കുന്നത് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. തിരുവാതിരയുടെ നക്ഷത്രാധിപൻ രാഹു ആയതിനാൽ രാഹുവിനെ പ്രീതിപ്പെടുത്തുന്നത് തടസ്സങ്ങൾ മാറാൻ സഹായിക്കും. മണ്ണാറശാല പോലുള്ള സർപ്പക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതോ അല്ലെങ്കിൽ നാഗദൈവങ്ങൾക്ക് 100 പാലും സമർപ്പിക്കുന്നതോ നല്ലതാണ്. ശനിയാഴ്ചകളിൽ ജന്മനക്ഷത്ര ദിവസങ്ങളിലോ രാഹുകാലത്ത് ദേവീക്ഷേത്രത്തിൽ ഭദ്രകാളിക്കോ ദുർഗയ്ക്കോ നെയ്വിളക്ക് കത്തിക്കുന്നത് രാഹുദോഷം കുറയ്ക്കാൻ സഹായിക്കും. ധനുമാസത്തിലെ തിരുവാതിര വ്രതം ഈ നക്ഷത്രക്കാർക്ക് അതീവ വിശേഷമാണ്. ഇത് കുടുംബഭദ്രതയ്ക്കും ദീർഘായുസ്സിനും ഉത്തമമാണ്. ആഴ്ചയിലൊരിക്കൽ തിങ്കളാഴ്ച വ്രതമനുഷ്ഠിക്കുന്നത് വൈകാരികമായ അസ്വസ്ഥതകൾ കുറയ്ക്കാൻ സഹായിക്കും. തിരുവാതിരയുടെ അടയാളം കണ്ണുനീർ തുള്ളിയാണ്. മറ്റുള്ളവരുടെ കണ്ണുനീർ തുടയ്ക്കുന്നത് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വലിയ പുണ്യം കൊണ്ടുവരും. അനാഥർക്കോ ദരിദ്രർക്കോ ഭക്ഷണം നൽകുക, രോഗികൾക്ക് മരുന്നിനോ ചികിത്സയ്ക്കോ സഹായം നൽകുന്നത് രാഹുവിന്റെയും രുദ്രന്റെയും കാഠിന്യം കുറയ്ക്കാൻ സഹായിക്കും. പെട്ടെന്ന് ദേഷ്യം വരുന്ന പ്രകൃതക്കാരായതിനാൽ ധ്യാനം, പ്രാണായാമം എന്നിവ ശീലിക്കുന്നത് ഗുണകരമാണ്. തർക്കങ്ങളിൽ ഏർപ്പെടുന്നത് ഒഴിവാക്കുക. വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരെ വേദനിപ്പിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ആർദ്ര എന്ന പേരിനർത്ഥം നനവുള്ളത് എന്നാണ്. അതുകൊണ്ട് ധാരാളം വെള്ളം കുടിക്കുന്നതും പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കുന്നതും ഇവരുടെ ഊർജത്തെ ക്രമീകരിക്കും. തിരുവാതിര നക്ഷത്രക്കാർ കറുപ്പ്, ഇരുണ്ട നീല എന്നീ നിറങ്ങൾ അമിതമായി ഉപയോഗിക്കുന്നത് ഒഴിവാക്കുന്നത് നന്നായിരിക്കും. വെള്ള, ഇളം മഞ്ഞ നിറങ്ങൾ ഇവർക്ക് മനഃശാന്തി നൽകും. രത്നങ്ങൾ ധരിക്കാൻ ആഗ്രഹിക്കുന്നവർ ജ്യോതിഷ നിർദ്ദേശപ്രകാരം മാത്രം ഗോമേതകം ധരിക്കുക. എങ്കിലും പൊതുവെ മുത്തോ പവിഴമോ ധരിക്കുന്നത് മനസ്സിനെ ശാന്തമാക്കാൻ സഹായിക്കും. തിരുവാതിര നക്ഷത്രക്കാർക്ക് ജീവിതം ഒരു പോരാട്ടമായി തോന്നാമെങ്കിലും ഇത്തരം പരിഹാരങ്ങളിലൂടെയും ചിട്ടയായ ജീവിതത്തിലൂടെയും അവർക്ക് ലോകം കണ്ട ഏറ്റവും വലിയ വ്യക്തിത്വങ്ങളായി മാറാൻ സാധിക്കും. ശിവന്റെ കരുത്തും രാഹുവിന്റെ ബുദ്ധിശക്തിയും സമന്വയിപ്പിച്ചു മുന്നേറിയാൽ വിജയം നിശ്ചയമാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും തിരുവാതിര നക്ഷത്രക്കാർ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ യെസ് എന്നും കമന്റ് ചെയ്യുക.